ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാൻ ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. വിഷ്ണു എടവൻ, കുറച്ചു പേർക്കെങ്കിലും ആ പേര് അറിയായിരിക്കും. ലോകേഷ് കനകരാജിന്റെ വൺ ഓഫ് ദി അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പുള്ളി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടമാണ് ഹായ്. കെവിനും നയൻതാരയുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അതിലെ ഒരു പാട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. പാട്ട് ടൈറ്റിൽ ഡാസ് കണ്ണക്കുഴിയ. ജി.വി. പ്രകാശ് കുമാറാണ് പാടിയിരിക്കുന്നത് ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെൻ മാർട്ടിൻ ആണ്. അപ്പോൾ ജി.വി. പ്രകാശ് പാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോമോ ഒക്കെ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടോക്കാം. വാ. നയൻതാര, കെവിൻ കെവിനെ നിങ്ങൾക്ക് അറിയാം, ബ്ലഡി ബർഗർ, ദാദയൊക്കെ. ഒരു ലവ് സോങ് ആണ്. കറുപ്പട്ടിയെ സ്റ്റുഡിയോസ്, റൗഡി പിക്ചേഴ്സ്, 7 സ്ക്രീൻ സ്റ്റുഡിയോ, ഇവരെല്ലാം ഒരുമിച്ചാണ് കേട്ടോ. സ്റ്റാറിംഗ് കവിൻ നയൻതാര. ഈ പാട്ടിന്റെ ലിറിക്സും വിഷ്ണു എടവനാണ്. ഹായ്, അതാണ് പടത്തിന്റെ പേര്. സെക്കൻഡ് ഡയറക്ടർ വിഷ്ണു എടവൻ. ജെൻ മാർട്ടിൻ മ്യൂസിക്കൽ. വിഷ്ണു എടവൻ ഒരു ലിറിക്സ് റൈറ്ററും കൂടെയാണ്. അനിരുദ്ധിന്റെ കുറെ പാട്ടുകൾ, ഇപ്പം ലിയോയിലെ ബേഡായ്സ്, പിന്നെ ദേവരായിലെ ഫിയർ സോങ്, വേറെയും കുറെ അനിരുദ്ധിന്റെ തന്നെ കുറെ പാട്ടുകളിലൊക്കെ വിഷ്ണു എടവൻ എഴുതിയിട്ടുണ്ട്. കുറെ മാസ് സോങ്സ്, അതൊക്കെ ഭയങ്കര നല്ല ഹിറ്റ് സോങ്സും കൂടെ ആയിരുന്നു. ആൻഡ് നാറടി, അത് വിഷ്ണു എടവനാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നല്ല കിടില മാസ് സോങ്സ് ഒക്കെ വിഷ്ണു എടവൻ എഴുതിയിട്ടുണ്ട്. ലിറിക്സ് റൈറ്ററും കൂടെയാണ്, ലിറിസിസ്റ്റ്. സത്യനുണ്ടാ കവിന് നയൻതാരായിട്ട് ഒരു മാച്ച് ആവുന്നില്ല അല്ലേ? ലിറിക്സ് പോരാ, ബട്ട് ജിവിയുടെ ഹമ്മിങ് കൊള്ളാം. നയൻതാര, ലലിത് കുമാർ പ്രൊഡ്യൂസേഴ്സ്. എന്തായാലും നല്ല ഏജ് ഇട്ട് തോന്നിക്കുന്നല്ലേ. ലിറിക്സ് വിഷ്ണു എടവൻ, സിംഗർ ജി.വി. പ്രകാശ്, കൊറിയോഗ്രാഫി ബൃന്ദ മാസ്റ്ററാണ്, എഡിറ്റർ ഫിലോമിൻ രാജ്, രാജേഷ് ശുക്ലയാണ് DOP. ഒരു മാച്ച് ആവുന്നില്ല ഉള്ളത് പറയാല്ലേ. കവിനെ എനിക്ക് മുമ്പേ ഒരു ശിവകാർത്തിയും വൈബിലാണ് നോക്കിയത്. അതൊരു ആ ഒരു സംസാരം, ടോണ്, ആ ഒരു കോമഡി ടൈമിങ്. ബട്ട് ശിവകാർത്തിയൻ ലെവൻ ഗ്രോത്ത് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി വരും സിനിമയെല്ലാം അറിയാൻ പറ്റും. ബട്ട് ഇതിലിപ്പം കവിന നയൻതാരായിട്ടുള്ള ആ ഒരു കോംബോ, ഒരു പേര് ഒട്ടും ചേരുന്നില്ല. ഒരു നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു വിമണും ഒരു ഏജ് കുറഞ്ഞിട്ടുള്ള ഒരു പയ്യനുമായിട്ടുള്ള ഒരു പോലെയാണ് തോന്നുന്നത്. ഒരു മിഡിൽ ഏജ്ഡ് ലവ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്. ഒട്ടും ആ ഒരു കോംബോ ഒട്ടും ചേരുന്നില്ല. ടു ബി ഓണസ്റ്റ്, എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്കും എങ്ങനെയാണെന്ന് പറഞ്ഞേക്ക്. ആൻഡ് ഇതിൽ രണ്ട് പ്രൊഡ്യൂസർമാരായിട്ട് വരുന്നത് നയൻതാരയും ലലിത്തുമാണ്. ലലിത് നിങ്ങൾക്ക് അറിയാം, 7 സ്ക്രീൻ സ്റ്റുഡിയോ. ഇവർ രണ്ടുപേരും തന്നെയാണ് LIK, ലവ് ഇൻഷുറൻസ് കമ്പനി, പ്രദീപ് രംഗനാഥന്റെ സിനിമ വിഘ്നേഷ് ശിവനാണ് സംവിധാനം ചെയ്തത്. അതും പ്രൊഡ്യൂസ് ചെയ്ത ഇവർ രണ്ടുപേരാണ്. ബട്ട് പടം നെഗറ്റീവ് റിവ്യൂ വഴിയും നെഗറ്റീവാണ്, ബോക്സ് ഓഫീസ് വഴി നെഗറ്റീവാണ് വന്നത്. ഫസ്റ്റ് ഫ്ലോപ്പും കൂടെയാണ് PR-ന്റെ. പ്രഭു ഉണ്ട് സിനിമയിൽ. ഒട്ടും കൊള്ളില്ല. സത്യമായിട്ട് നല്ല ഏജ് തോന്നിക്കുന്നുണ്ട് കേട്ടാ. മാമിമാരെയൊക്കെ കൊണ്ടുവരില്ല, അതുപോലെ ഒരു ഫീൽ ചെയ്യും.
ഒട്ടും അവര് തമ്മിൽ ചേരുന്നില്ല. ഹായ്, അതാണ് പാട്ടിന്റെ പേര്, പക്ഷെ പടത്തിന്റെ പേര്. ഫസ്റ്റ് ഓഫ് ഓൾ ലിറിക്സിനെ കുറിച്ച് പറയാം. ലിറിക്സ് എന്താണെന്നേ ഒരു പിടിയില്ല, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ലിറിക്സ്. വിഷ്ണു എടവൻ പുള്ളി മാസ് പാട്ടുകൾ എഴുതുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ആൻഡ് കവിൻ നയൻതാര കോംബോ അട്ടർ ഫെയിലിയർ ആണ് ഈ പാട്ടിൽ. ഇനി പടത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് ഈ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് തോന്നിയത് അട്ടർ ഫെയിലിയർ ആണ്. അവരുടെ ആ ഒരു പേര് ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു മിഡിൽ ഏജ്ഡ് ലവ് എന്ന ഒരു പോലെയാണ് തോന്നുന്നത്. അവർ തമ്മിലൊരു മാച്ചും ആവുന്നില്ല. അതിപ്പം നയൻതാര ഇടയ്ക്ക് നോക്കുന്ന നോട്ടങ്ങളായാലും കവിൻ തിരിച്ചു കൊടുക്കുന്ന നോട്ടങ്ങളായാലും ആ ഒരു കണക്ഷൻ, ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീലിംഗ് ഒന്നും കിട്ടുന്നില്ല. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ജി.വി. പ്രകാശാണ് പാടിയത്. പാട്ട് പാടുന്നതിലും എനിക്ക് വലിയൊരു ഇമ്പോ ഒന്നും തോന്നിയില്ല. ആൻഡ് ബട്ട് ആ ഹമ്മിങ് ഒക്കെ ഓക്കെ ആയിട്ട് തോന്നി, അല്ലാതെ വലിയൊരു ഗുമ്മൊന്നും തോന്നിയിട്ടില്ല. ആൻഡ് വിഷ്വൽ വൈസും പാട്ടിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒരു വീട്ടിൽ തന്നെയാണ് പാട്ട് പറഞ്ഞു പോകുന്ന ഒരു കല്യാണ പാട്ട് പോലെ. ആൻഡ് വിഷ്ണു എടവന്റെ ഫസ്റ്റ് ഡെബ്യൂട്ട് ഫിലിമാണ്, എനിക്ക് തോന്നുന്നു ഡെബ്യൂട്ട് ഫിലിമാണ്. അപ്പോൾ ഇത് മുമ്പേ ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഇപ്പോൾ അസിസ്റ്റന്റ് മാറി ഡെബ്യൂട്ടായിട്ട് പുതിയ സിനിമ ചെയ്യാൻ പോവുകയാണെന്നുള്ള. ഇതൊരു ലവ് പടമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കണ്ടിട്ടും അങ്ങനെയാണ് തോന്നുന്നത്. ബട്ട് എന്തോ എനിക്ക് വർക്കൗട്ട് ആവുകയില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. ബിക്കോസ് ആ ഒരു പെയർ, ആ ഒരു നായിക കോംബോ ഒന്നും വർക്കൗട്ട് ആവാൻ ഒരു രീതിയിലും ചാൻസ് ഇല്ല. ഇപ്പൊ ഈ പാട്ടിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പ്രൊഡ്യൂസർ നയൻതാര ലളിതുമാണ്. ഇവർ തന്നെയാണ് LAKയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം സത്യം പറഞ്ഞ ഇതാണ്, ഈ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ വളർന്നു വന്ന ആൾക്കാർ തന്നെ ആരോ മുമ്പ് പറഞ്ഞ പോലെ പണം ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കുക. അതായത് ഇവർ സിനിമയിൽ നിന്ന് ഉണ്ടാക്കുന്നതിനപ്പുറം ഇവരിപ്പോ വീണ്ടും പ്രൊഡ്യൂസേഴ്സിൽ ഇറങ്ങിയിരിക്കും. അതായത് ഇവരുടെ സിനിമയൊക്കെ ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് വേറെ ഒരു പ്രൊഡ്യൂസറിന് ചാൻസ് കിട്ടുകയോ അല്ലെങ്കിൽ വേറൊരു പ്രൊഡ്യൂസറിന് അതിലേക്ക് കയറി വരാനോ ഒന്നും പറ്റില്ല. അത് സത്യം പറഞ്ഞ ഒരു നെഗറ്റീവ് തന്നെയാണ്. കാരണം ഇപ്പം ചില്ലറ പ്രൊഡക്ഷൻ കമ്പനിയല്ല, അതിപ്പോൾ മലയാളത്തിലായാലും തമിഴ്നാട്ടിലായാലും, മലയാളത്തിൽ തന്നെ പറഞ്ഞാലും ഇപ്പോൾ ആശീർവാദ് സിനിമാസ് ലാലേട്ടൻ്റെ ആണ്, മമ്മൂട്ടി കമ്പനി മോഹൻലാലിൻ്റെ ആണ്, ദുൽഖർ വേഫെയർ ഫിലിംസ്, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് പൃഥ്വിരാജ്, ടോവിനോനുണ്ട്, ഫഹദ് ഫാസിലിനുണ്ട്, കുഞ്ചാക് പോൻ, എല്ലാവർക്കും പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അപ്പോൾ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. ഇതിപ്പം തമിഴിലും അങ്ങനെയാണ്. ധനുഷിനുണ്ട്, ഇപ്പം നയൻതാരയ്ക്കുണ്ട്, ശിവകാർത്തികനുണ്ട്, അങ്ങനെ പല. എനിക്കൊരു തമിഴിലാണ് വലിയ നായകന്മാർക്കൊന്നും പ്രൊഡക്ഷൻ കമ്പനി സ്വന്തമായിട്ടില്ലാത്തത്. വിജയ്, അജിത്ത്, രജനി, കമൽഹാസനും ഇപ്പോൾ ഉണ്ട്, രാജകമൽ ഫിലിംസ് ഇന്റർനാഷണൽ, അങ്ങനെ പല ആൾക്കാർക്കും ഉണ്ട്. അത് ഒരു പ്രൊഡ്യൂസേഴ്സിന് തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളിയാണ്. മൊത്തത്തിൽ പാട്ട് ബോറായിട്ടുണ്ട്.